വാശിവേട്ട. ഹലോ. ആ, മാളുവിന്റെ ഫോൺ എത്ര സമയം മുമ്പ് വരെ ഓണായിരുന്നു? ഒരു 10 മിനിറ്റ് മുമ്പ് വരെ വിളിച്ചപ്പോ ബെല്ലുണ്ടായിരുന്നു. അശ്വതി അത് കഴിഞ്ഞ് വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫാ. ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ്, ഐ മീൻ കോളേജിൽ നിന്നോ വീട്ടിൽ നിന്നോ കുട്ടികൾ പിണങ്ങി പോവുകയോ മാറി നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും? നോ, ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുകയും വഴക്ക് കൂടുകയും ചെയ്യുന്നല്ലാതെ ഇതുപോലൊന്നും ഉണ്ടായിട്ടില്ല. വാശി പിടിക്കലും വഴക്കടിക്കലും ഒക്കെ അവിടുത്തെ കുട്ടിക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ കുട്ടി അങ്ങനെ പോലും ചെയ്തിട്ടില്ല. ശിവേട്ട, എന്തെങ്കിലും ഒന്ന് ചെയ്. കുട്ടികൾ എവിടെയാണെന്ന് ഒന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾ വിഷമിക്കാതിരിക്കെ, അവരെവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അധികം ദൂരമൊന്നും പോകാൻ വഴിയില്ല. എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കുക, അതുവഴി എല്ലാവരും ഒന്ന് സമ്മർദ്ദത്തിലാക്കുക. അത്രയൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനൊരു സംശയം തോന്നിയപ്പോഴേ എന്നെ അറിയിക്കായിരുന്നില്ലേ? മുരളി അശ്വതി അത് പറഞ്ഞതാണ്. വേണ്ടെന്ന് പറഞ്ഞത് ഞാനാ. ഒന്ന് റിലാക്സ്ഡ് ആവുമ്പോൾ അവർക്ക് പോരുന്നു വിചാരിച്ചു. സാരമില്ല, കൺട്രോൾ റൂമിലും സൈബർ ടീമിനും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതിരിക്കില്ല. കഴിയുന്നതും ഇതധികം എക്സ്പോസ്ഡ് ആവാതെ നോക്കണം. പബ്ലിക്കോ മീഡിയോ വല്ലതും അറിഞ്ഞാൽ കുട്ടികൾക്കതൊരു... അത് പിന്നെ എനിക്കറിയില്ലേ, പേടിക്കണ്ട. അന്വേഷണം ഓഫ് റെക്കോർഡായിരിക്കും. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അല്ല, അതൊന്നും വേണ്ടിവരില്ല. ഏറിയാൽ 1 മണിക്കൂർ. അതിനുള്ളിൽ പിള്ളേരെ നമ്മൾ തപ്പിയെടുക്കില്ലേ? ബുള്ളറ്റിലായതുകൊണ്ട് സിറ്റി വിട്ടു പോകുമെന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. 1 സെക്കൻഡ്. ആ സേവരെ, എന്തായിടോ? അതെ, അപൂർവ വിജയ്, മാളവിക മുരളി. അപൂർവയാണ് ബുള്ളറ്റ് ഓടിക്കുന്നത്. ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആ 2 പാർക്കിംഗ് ഏരിയ ഒന്ന് കവർ ചെയ്തേക്ക്. പിന്നെ സിറ്റിയിലെ മാളുകളിലും അതുപോലെ രാത്രിയിൽ പുറപ്പെടുന്ന ഇന്റർസ്റ്റേറ്റ് ബസ്സുകളിൽ ഈ പേരിൽ ടിക്കറ്റ് വല്ലതും ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. വേഗം വേണം സേവരെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. ആ ശരി ശരി. പിന്നെ ആ സൈബർ ടീമിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്കണേ. വിത്തിൻ നോ ടൈം അവരെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കണം. ബി ഫാസ്റ്റ്, ഓക്കെ? ശിവേട്ടാ, എന്തായി എന്റെ കുട്ടികള്? അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട്. ശിവേട്ടാ, എന്തായി എന്റെ കുട്ടികള്? അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട്. ഉടനെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതിരിക്കില്ല. ഞാൻ വിളിക്കാം. പിന്നെ അഥവാ അവരെത്തിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ഞാൻ ഇറങ്ങുക. കൊള്ളാം, കേമായിട്ടുണ്ട്. മക്കളെ വളർത്തി വളർത്തി പോലീസ് കേസ് വരെ കൊണ്ടെത്തിച്ചു. ഇനിയിപ്പോ എല്ലാം അവര് നോക്കിക്കൊള്ളും. ഒന്ന് ഫ്രഷ് ആയപ്പോ എന്താ സുഖം. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? പൊളിയല്ലേ? പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. മിനിമം ഈ ദുർമുഖമെങ്കിലും ഒന്ന് മാറി കിട്ടും. അപ്പോ എന്താ നിന്റെ ഉദ്ദേശം? നമ്മൾ എന്താ ഇവിടെ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസം എല്ലാരിൽ നിന്നൊന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചു. എന്തിന്? എന്താവശ്യത്തിന്? കോളേജിൽ നിന്നാണെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ വീട്ടുകാരെന്ത് പഴിച്ചു? അവരിപ്പോ നമ്മളെ കാണാതെ ആകെ വിഷമിച്ചിരിക്കാവും. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ക്യാമ്പസിൽ നടന്നതൊക്കെ ആ തള്ള ഇപ്പൊ വീട്ടുകാരെ വിളിച്ചറിയിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പൊ അങ്ങോട്ട് ചെന്ന് കയറിയാ എല്ലാവരുടെയും വക വിസ്താരവും വിചാരണയും ഒക്കെ ഉണ്ടാവും. അതിന് രക്ഷപ്പെടാൻ ഇതേ വഴി കണ്ടുള്ളോ? നമ്മുടെ പാരന്റ്സിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവർ ചിലപ്പോ വഴക്കു പറയായിരിക്കും, കൂടിപ്പോയൊന്ന് തല്ലുമായിരിക്കും. അതോടെ ആ പ്രശ്നം തീരില്ലേ? അതോടെ നിന്റെ പ്രശ്നം തീരുമായിരിക്കും.
പക്ഷെ എന്റെ ഇഷ്യൂ അതല്ലല്ലോ.